നമസ്കാരം. സുപ്രീം കോടതിയിൽ SIR വിഷയത്തിൽ അഭിഭാഷക വേഷമണിഞ്ഞ് മമതാ ബാനർജി വൻ തിരിച്ചടി നൽകിയെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയും ചില മല്ലു മാപ്ര പേജുകളും ആഘോഷമാക്കിയ വാർത്തകൾ പരിശോധിച്ചാൽ കോടതി മുറിക്കുള്ളിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങൾ അതിനോട് ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു കഥയാണ് പറയുന്നത്. കാരണം അവിടെ നടന്നത് കേന്ദ്രത്തെ വിറപ്പിച്ച വാദമല്ല, മറിച്ച് വാദിക്കാൻ ശ്രമിച്ച മമതയെ തന്നെ കോടതി സുന്ദരമായി നിയന്ത്രിച്ചതാണ്. കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പാക്കുന്ന SIR നടപടികളെ ചോദ്യം ചെയ്ത് അതിനെ ജനാധിപത്യത്തെ തകർക്കുന്ന അജണ്ടയായി ചിത്രീകരിക്കാനുള്ള രാഷ്ട്രീയ ശ്രമത്തിന്റെ ഭാഗമായാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ട് അഭിഭാഷക വേഷത്തിൽ എത്തിയത്. ഇത് നിയമപരമായ ആവശ്യകതയേക്കാൾ ക്യാമറയും തലക്കെട്ടുകളും ലക്ഷ്യമാക്കിയുള്ള ഒരു നീക്കമായിരുന്നു എന്ന വിലയിരുത്തലാണ് ശക്തമാകുന്നത്. കാരണം മമതയുടെ കോടതി പ്രവേശനം തന്നെ മുഖ്യമന്ത്രി വക്കീലായ എന്ന ഇമേജ് ബിൽഡിങ്ങിനാണ് കൂടുതൽ ഉപയോഗപ്പെട്ടത്. പണ്ട് ചെറിയ കേസുകൾ കൈകാര്യം ചെയ്തിരുന്ന അഭിഭാഷക ജീവിതത്തിന് ശേഷം ദീർഘകാല ഇടവേളയ്ക്ക് ശേഷമാണ് മമത വീണ്ടും സുപ്രീം കോടതിയിൽ വക്കീൽ കുപ്പായം അണിഞ്ഞെത്തുന്നത്. എന്നാൽ ആ പഴയ പരിചയം ഇന്നത്തെ ഭരണഘടനാപരമായ സങ്കീർണ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ മതിയാകുമോ എന്ന സംശയം ആദ്യ നിമിഷം മുതൽ തന്നെ കോടതിക്ക് ഉണ്ടായിരുന്നു. മമത വാദം തുടങ്ങാൻ ശ്രമിച്ചെങ്കിലും വാദത്തിന്റെ ദിശ നിയമപരമല്ലാത്ത കൃത്യതയിൽ നിന്ന് വഴിമാറി രാഷ്ട്രീയ ആരോപണങ്ങളിലേക്കും വികാരപരമായ പ്രസ്താവനകളിലേക്കും നീങ്ങിയതോടെ കേസിന്റെ സാരത്തിലേക്ക് വരൂ എന്ന സൂചനകൾ ബെഞ്ചിൽ നിന്ന് ഉയർന്നു വന്നു. ഇതോടെ സമയം കടന്നുപോകുന്നതല്ലാതെ കോടതിക്ക് പ്രയോജനകരമായ ഒന്നും ലഭിക്കുന്നില്ലെന്ന് സീനിയർ ജഡ്ജിമാർക്ക് വ്യക്തമായി. ഒടുവിൽ ജഡ്ജിമാർ തന്നെയാണ് ഇടപെട്ട് വളരെ വ്യക്തമായ ഭാഷയിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കേസ് വാദിക്കാൻ നിയോഗിച്ചിരുന്ന രാജീവ് ധവാൻ അടക്കമുള്ള സീനിയർ അഭിഭാഷകർ മികച്ച രീതിയിൽ കൈകാര്യങ്ങൾ അവതരിപ്പിക്കുന്നവരാണ്, അവരെ അതിനാൽ ഈ കേസ് ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞത്. ഇത് മമതയുടെ വാദം ഫലപ്രദമല്ലെന്ന കോടതിയുടെ ഔദ്യോഗിക അംഗീകാരം തന്നെയായിരുന്നു. ഇതോടെ മമത വാദത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു. ഇത് സ്വമേധയാ എടുത്ത തീരുമാനമൊന്നുമല്ല, മറിച്ച് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായ പിന്മാറ്റമാണെന്നതാണ് രാഷ്ട്രീയപരമായുള്ള നിർണായകമായ ഘടകം. എന്നാൽ ഈ വസ്തുതയാണ് മമത അനുകൂല മാധ്യമങ്ങൾ പൂർണ്ണമായി മറച്ചുവെച്ച് മമതയെ കോടതി തടഞ്ഞില്ല എന്ന വ്യാജ നറേറ്റീവ് നിർമ്മിച്ചത്. രാജീവ് ധവാൻ വാദം ഏറ്റെടുത്തതിനു ശേഷമാണ് കോടതി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രേഖകൾ ഹാജരാക്കി വിശദമായ മറുപടി നൽകാൻ സമയം അനുവദിക്കുകയും കേസ് 2 ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്തത്. അതായത് കോടതിയുടെ നടപടികൾ മമതയുടെ വ്യക്തിപരമായ വാദത്തിന്റെ ഫലമല്ല, മറിച്ച് ഒരു സാധാരണ നിയമക്രമത്തിന്റെ ഭാഗമാണ്. എന്നാൽ അതിനെ മമതയുടെ വിജയം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് ബോധപൂർവമായ വളച്ചൊടിക്കലാണ്. ഈ കേസിൽ സുപ്രീം കോടതി എടുത്ത നിലപാട് ഒരു കാര്യത്തിൽ വളരെ വ്യക്തമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലുള്ള ഭരണഘടനാപരമായ സ്ഥാപനങ്ങളെ രാഷ്ട്രീയ വേദിയിൽ ആക്രമിക്കുന്ന ശൈലി കോടതിയിൽ അംഗീകരിക്കപ്പെടില്ല. നിയമം സംസാരിക്കണം, രാഷ്ട്രീയമല്ല. അതാണ് വേണ്ടുന്നത് എന്നാണ് മമതയുടെ വാദം പകുതി വഴിയിൽ തന്നെ തടഞ്ഞതിന്റെ അടിസ്ഥാനം. SIR നടപടികൾ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കുന്നതിനായി രാജ്യത്താകമാനം നടപ്പാക്കുന്ന ഒരു ഭരണഘടനാ പരമായ പ്രക്രിയയാണെങ്കിൽ അതിനെ പ്രത്യേക സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാനുള്ള ശ്രമം കോടതി അംഗീകരിക്കുമെന്ന പ്രതീക്ഷ തന്നെ തെറ്റായിരുന്നു. ഈ സംഭവം ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. അതായത് സുപ്രീം കോടതി ഒരു സ്റ്റേജ് അല്ല, അവിടെ അഭിനയമോ വികാരമോ പോരാ, നിയമപരമായ അറിവാണ് വേണ്ടത്. അതുണ്ടായില്ലെങ്കിൽ എത്ര വലിയ മുഖ്യമന്ത്രിയായാലും കോടതി തന്നെ ഇടപെട്ട് വാദം നിർത്തും. എന്നാൽ മല്ലു മാപ്രകളും ചില ദേശീയ മാധ്യമങ്ങളും ചെയ്തത് ഇതിന്റെ വിപരീതമാണ്. കോടതി മമതയെ മാറ്റി നിർത്തിയ യാഥാർത്ഥ്യം മറച്ചുവെച്ച് കേന്ദ്രം പ്രതിരോധത്തിലായി എന്ന തരത്തിലുള്ള തലക്കെട്ടുകൾ നൽകി രാഷ്ട്രീയ പ്രചാരണം നടത്തുകയാണ് ചെയ്തത്. ഇത് വാർത്തയല്ല, ശുദ്ധമായ നറേറ്റീവ് മാനേജ്മെന്റ് ആണ്. യഥാർത്ഥ കഥ ഇതാണ്. അഭിഭാഷക വേഷത്തിൽ സുപ്രീം കോടതിയിൽ എത്തിയ മമതാ ബാനർജി അവിടെ നാണം കിട്ടു. കോടതി തന്നെ നിങ്ങൾക്കുള്ള സീനിയർ അഭിഭാഷകർ ഇത് നന്നായി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് മമതയെ മാറ്റി നിർത്തി. അതിനെ വിജയകരമായി ചിത്രീകരിക്കുന്നത് സത്യത്തോടുള്ള അപമാനമാണ്. അതിനാൽ SIR വിഷയത്തിൽ മമത സുപ്രീം കോടതിയിൽ ആഞ്ഞടിച്ചു എന്ന പ്രചാരണത്തിനപ്പുറം കോടതി മുറിക്കുള്ളിൽ നടന്ന യഥാർത്ഥ സംഭവം ഒരു രാഷ്ട്രീയ നാടകത്തിന് ലഭിച്ച നിയമപരമായ ബ്രേക്ക് തന്നെയായിരുന്നു. ഇത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭരണഘടനാപരമായ അധികാരങ്ങൾ ചോദ്യം ചെയ്യാൻ വെറും വികാരവാദം മതിയാകില്ലെന്ന പാഠം കൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.